ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവിൽ 1000 പേരുടെ ലളിത സഹസ്രനാമ സർവേശ്വരി പൂജ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏപ്രിൽ 7 രാവിലെ 8 മണിക്ക് 1000 വനിതകൾ ഒരുമിച്ചിരുന്ന് ലളിത സഹസ്രനാമ സർവേശ്വരി പൂജായജ്ഞം നടത്തും. ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് നമ്മൾ പ്രസ് മീറ്റ് വിളിക്കാനുണ്ടായ കാരണം നമ്മൾ ഈ മാസം, അതായത് ഇന്ന് മുതൽ 9-ാം തീയതി കൂടിയ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിൻ്റെ ഭാഗമായി 1000 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ലളിത സഹസ്രനാമ സർവേശ്വരി പൂജ നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഈ ഇരുന്ന് നാമം ചെല്ലുക എന്നുള്ള ചടങ്ങ് സാധാരണ നടക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരേ സമയം തന്നെ 1000 പേര് 1000 നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് അർച്ചന നടത്തി പൂജ ചെയ്യുന്ന കാര്യം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും നടക്കുന്നത്. വളരെ വിരളമായി നടക്കുന്ന ഒരു ചടങ്ങാണ് 7-ാം തീയതി ക്ഷേത്ര സന്നിധിയിൽ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി ക്ഷേത്ര തട്ടകത്തിനകത്തും പരിസര പ്രദേശങ്ങളിലും സർവേശ്വരി പൂജയിൽ പങ്കെടുക്കുന്നവർക്കായി 100ഓളം ലളിത സഹസ്രനാമ പഠന കളരികൾ സംഘടിപ്പിച്ചിരുന്നു. യജ്ഞത്തിന്റെ ഭാഗമായി തട്ടകത്തെ വീടുകളിൽ സഹസ്രനാമ നിത്യപാരായണവും ആരംഭിച്ചിട്ടുണ്ട്. ധാർമ്മിക ചിന്തയുടെ ഒരു പോരായ്മയായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് അതീതമായ ഒരു ശക്തിയിൽ ധാരണ ഉണ്ടാവുകയും അതിനനുസരിച്ച് അത് നമ്മളെ സുഖത്തിലും ദുഃഖത്തിലും നമ്മളെ പരിപാലിക്കുമെന്ന് കരുതാനും ആ രീതിയിലേക്ക് കൂടി ഒരു ധർമ്മബോധത്തെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇത്രയും വലിയ ഒരു മഹാസർവൈശ്വര്യ പൂജ സംഘടിപ്പിക്കുന്നത്. ആ തലത്തിലേക്ക് ആളുകളെ ഉയർത്തുക, ഒരു നാമജപാദികളിലൂടെ ആളുകളിലേക്ക് ഒരു ഈശ്വരബോധം ഉണ്ടാക്കുക, അത് ജീവിതത്തിൽ നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കി. ഈ ഒരു സർവൈശ്വര്യ പൂജ കൊണ്ട് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 500-ലധികം കുടുംബങ്ങളിലേക്ക് ഇത്തരം ഒരു ചിന്ത, ഒരു ധാർമ്മിക ചിന്ത എത്തിക്കാൻ ആ ക്ഷേത്രത്തിൻ്റെ തട്ടവും അതിന് ഉപരിയായിട്ടുള്ള ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പലയിടങ്ങളിൽ നിന്നും ആദ്യമായി തന്നെ നാമജപം തുടങ്ങിയ വീടുകൾ പോലുമുണ്ട്. ഇതിൽ അവിടെ നിന്നുള്ള ആളുകൾ പോലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ എം വേണുഗോപാൽ, ആചാര്യൻ പ്രസാദ് പുളിക്കൽ, മുരളി, പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.